ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പ്രേക്ഷകരിലേക്ക് വളരെ വിശദമായി എത്തിക്കാൻ മാളവിക റെഡിയാണ്. മാളു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ? എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ? കൂടെ എടുക്കണോ? കൂടെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കണം. എന്നാൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ മഴ ഒന്ന് കുറഞ്ഞു നിന്നതുപോലെ തന്നെ ഇന്നും അധികം ജില്ലകളിൽ അങ്ങനെ യെല്ലോ അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ ഒന്നുമില്ല. നമുക്ക് നേരെ മാപ്പ് പരിശോധിച്ച് ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ജില്ലകളിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. എങ്ങും ഓറഞ്ച് അലേർട്ടൊന്നും ഇല്ല, ബാക്കിയെല്ലാം ഗ്രീനാണ്. നമുക്കറിയാം ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം. ആ ഒരു ചക്രവാത ചുഴി കാരണമാണ് ഈ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ കേരളത്തിലുള്ളത്. തെക്കൻ ജാർഖണ്ഡിന് മുകളിലായാണ് ഈ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഈ മഴ ഉണ്ടാവാൻ കാരണം ഈ ചക്രവാത ചുഴിയാണ്. കേരളത്തിൽ അടുത്ത 4 ദിവസം കൂടി വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പുള്ളത്. ജൂലൈ 5 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിർദ്ദേശമാണ്. നമുക്കറിയാം ഈ സാഹചര്യങ്ങളിലെല്ലാം കടലിൽ പോയി ജോലി ചെയ്യുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പം അവർ പാലിക്കേണ്ട കുറച്ച് ജാഗ്രതകളുണ്ട്. അതായത് മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ, വടക്കൻ അറബിക്കടലിൻ്റെ തെക്കൻ ഭാഗങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൻ്റെ വടക്കൻ ഭാഗങ്ങൾ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തെക്കൻ ഗുജറാത്ത് തീരം, അതിനോട് ചേർന്ന വടക്കൻ ഗുജറാത്ത് തീരം, ഗോവ തീരം, അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ, വടക്ക് കിഴക്കൻ അറബിക്കടലിൻ്റെ തെക്കൻ ഭാഗങ്ങൾ, മധ്യ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കൃത്യമായ ജാഗ്രത പാലിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടവിട്ട് പെയ്ത മഴ കണ്ട് ആരും ആശ്വസിക്കേണ്ട. മഴ പൂർണ്ണമായി അങ്ങ് മാറിയിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജാഗ്രതകളും പാലിക്കുക, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഓക്കെ മാളു, ശരി. അപ്പോൾ കാലാവസ്ഥ വിശേഷങ്ങളാണ് മാളു വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാലാവസ്ഥയ്ക്ക് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ദിവസമൊക്കെ പ്ലാൻ ചെയ്യാനുള്ള വകയായല്ലോ.